ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിന്റെ സമാപന ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ആഘോഷിക്കുന്ന ദിവസം. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമൻ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷ്യമായി ഇതാ 2 ദൂതന്മാർ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത്. ക്രൂശിതനായ കർത്താവ് ഇന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, കർത്താവിൽ ആനന്ദിക്കുക. ഈ പീഡാനുഭവ ദിവസങ്ങളിൽ കർത്താവ് അനുഭവിച്ച വേദനകൾ നാം ധ്യാനിച്ച് നമ്മുടെ ജീവിതം നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനകൾ നൈമിഷികമാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾക്ക് വേദനകളും വിഷമങ്ങളും വരുമ്പോഴും പ്രത്യാശകൾ നഷ്ടപ്പെടുമ്പോഴും നമ്മളെ നിലനിർത്തുന്നത് നിത്യമായി നിലനിൽക്കുന്ന ഒരു ആനന്ദത്തിന്റെ ദിനമുണ്ട് എന്നതാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിന് നമ്മളെ സാധ്യമാക്കുന്നത്, നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. ഭയചകിതരായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ശക്തി നൽകിയത് ആ ഉയർത്തെഴുന്നേൽപ്പാണ്. തങ്ങളുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി വലയും വഞ്ചിയും എടുത്ത് കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ വീണ്ടും മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്തത് ആ ഉയർത്തെഴുന്നേൽപ്പാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രസംഗവും വ്യർത്ഥമത്രേ എന്നതാണ്. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടവനല്ല, ഉയർത്തെഴുന്നേൽക്കുന്നവനാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ. ആ ആനന്ദത്തിലായിരിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. രണ്ടാമതായി, ഐക്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. പിതാവിന്റെ സന്നിധി വിട്ട് നമ്മൾക്കായി ഭൂമിയിലേക്ക് വന്നവനാണ് ക്രിസ്തു. ക്രിസ്തു വീണ്ടും പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ദിനമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അതോടൊപ്പം ഗത്സമനയിൽ ചിതറിക്കപ്പെട്ട ജനത്തെ, ഭയചകിതരായ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വീണ്ടും ഐക്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഈസ്റ്ററിലൂടെ നമ്മളും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക്, സഹോദരങ്ങളുമായുള്ള ഐക്യത്തിലേക്ക് തിരിച്ചു വരണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റിയതായി നമ്മൾ വായിക്കുന്നു. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തിന്റെ, അവിശ്വാസത്തിന്റെ, പാപത്തിന്റെ, സ്വാർത്ഥതയുടെ, ആകുലതയുടെ, നിരാശയുടെ കല്ലുകൾ ഉരുട്ടിമാറ്റി ക്രിസ്തുവിലേക്കുള്ള ഐക്യത്തിലേക്ക് കടന്നു വരുന്നതാകണം ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ്. മൂന്നാമതായും അവസാനമായും ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുക എന്നതാണ്. ക്രിസ്തു ക്രൂശുമരണത്തിന് ശേഷം ഭയചകിതരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന അഭിവാദ്യം യേശുവിന്റെ ഹൃദയത്തിന്റെ ശക്തമായ വെളിപ്പെടുത്തലായിരുന്നു. തന്റെ അവസാന സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് പെരുമാറിയ രീതി നമുക്കറിയാം. ഒരാൾ യേശുവിനെ ഒറ്റുകൊടുത്തു. ഇപ്പോൾ അവൻ അവരുടെ കൂട്ടത്തിലില്ല. ഉള്ളവരിൽ ഒരാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. യേശുവിന്റെ വിഷമവേളയിൽ ഒരു ആശ്വാസ വാക്കുപോലും പറയാത്തവരാണ്. കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉറങ്ങിയവരാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ അധികാരികൾ എത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം ചിതറി ഓടിയവരാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിന്റെ ഇടയിലെത്തി ഒരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാതെ ആശ്വാസവും ധൈര്യവും പകരുന്ന യേശുവിന്റെ ശൈലി അതിശ്രേഷ്ഠമാണ്. മറക്കാനും പൊറുക്കുവാനും കഴിയുന്ന സ്നേഹത്തിന്റെ മാതൃക പിന്തുടരുന്നവരായി നാം മാറണം. ഈസ്റ്ററിന്റെ ഈ വേളയിൽ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവരായി, ക്രിസ്തുവിൽ ഐക്യപ്പെടുന്നവരായി,
ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നവരായി നമുക്ക് ഏവർക്കും മാറുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ കൂടി നേരുന്നു.